വർക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കണമെന്നാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. He did the responsible thing. He was absolutely responsible in waiting for the legal outcome. അതുപോലെ എല്ലാവരുടെ പ്ലാൻ എ നടക്കണമെന്നില്ല. ഫുട്ബോളിൻ്റെ പ്ലാൻ എ ആയിരുന്നു, നടന്നില്ല. എനിക്ക് അഡാപ്റ്റ് ചെയ്യണം. വാട്ട്സ് ദ നെക്സ്റ്റ് തിങ് ഐ കൻ ഡു. സിനിമ എന്നിലോട്ട് വന്നതാണ് ബിക്കോസ് ഐ എം എ നെപ്പോ കിഡ്. മനസ്സിലായി? ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരാൾ പറഞ്ഞത് വളച്ചൊടിച്ച് സംസാരിക്കുന്നത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഫിലിം ഇറങ്ങുന്നതിന് മുന്നാണെങ്കിലും ഫിലിം ഇറങ്ങി കഴിഞ്ഞാണെങ്കിലും ഫിലിം ഇല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ കാര്യം അറിയാതെ സംസാരിക്കുന്നത് എന്നെ ഹേർട്ട് ചെയ്യാറില്ല. ഒരു സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വേസ്റ്റ് ചെയ്തോട്ടെ. സോ ഡസൻറ്റ് ബോദർ മീ. ആദ്യം എന്താണ് ഒരു പൃഥ്വിരാജേട്ടൻ്റെ സിമിലാരിറ്റി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര ക്ലിയർ എന്ന രീതിയിലാണ് കമൻസ് വന്നത്. പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയിൽ പിന്നീട് വന്ന കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ബ്രോ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരേ ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് ആൾക്കാരുടെ അഭിപ്രായം അവരുടെ തന്നെ അഭിപ്രായമാണ്. അതിൽ പോസിറ്റീവായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് വെയിറ്റ് എടുക്കും. നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസ് ഉണ്ടാക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പോലെ പൃഥ്വിരാജ് എന്ന സ്റ്റാറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് അഭിമാനമുണ്ട്. അതേപോലെ അത്രയും ലെജൻഡറി ആയ ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ആക്ടർ മാത്രമല്ല ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം ആണ്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട്. അതെൻ്റെ അഭിപ്രായവും അല്ല, അതും അതേപോലെ ഒരു പേഴ്സ്പെക്റ്റീവാണ്. ഓവറാണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേഴ്സ്പെക്റ്റീവാണ്. ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. സോ അഗൈൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഐ തിങ്ക് ഗഗനചാരിയുടെ പ്രൊമോവിൻ്റെ ഫസ്റ്റ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, മീഡിയക്കാർ പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത്. അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത്. അതേപോലെ പ്രേക്ഷകർ ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ദെൻ ഇങ്ങനെ ബ്രോയും പറ്റുമെങ്കിലും ഒന്ന് കേട്ട് നോക്കുക. ബ്രോയും അത് പോയി ഒന്ന് കേട്ട് നോക്കുക എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ അതാണോ പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണുമല്ലോ, ചോദിക്കുക. മനസ്സിലായി? ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരാൾ പറഞ്ഞത് വളച്ചൊടിച്ച് സംസാരിക്കുന്നത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദ്യം മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നില്ല. റെസ്പോൺസ് കിട്ടതാണ്. ഞാൻ അങ്ങോട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. അത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? വളച്ചൊടിക്കുന്ന ഒരിക്കലും ശരിയായ രീതിയല്ല. അത് ആരായാലും ശരിയായ രീതിയല്ല. സോഷ്യൽ മീഡിയയിലായാലും സ്റ്റാർസ് ആയാലും ശരിയായ രീതിയല്ല. അത് ഞാൻ മനസ്സിലായി. അത്രേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. മാധവ് കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ, ഒരുപാട് ഈ നെപ്പോ കിഡ്സ് എന്നുള്ളൊരു പേര് വിളി, ഒരുപാട് നെപ്പോ കിഡ്സ് എന്ന ടാഗ്ലൈൻ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അച്ഛൻ്റെ പേര് കളയാത്ത രീതിയിൽ നോക്കുകയും വേണം എന്നുള്ളൊരു കാര്യങ്ങൾ. അത് സുരേഷ് ഗോപി അല്ലെങ്കിൽ ഒരു പ്രോമിനൻറ്റ് പബ്ലിക് ഫിഗറിന് ജനിക്കുന്ന ഓരോ പുത്രനും പുത്രിക്കുമുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റിയിൽ. നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി അല്ല, ഈ സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്തൊരു എൻവയൺമെൻ്റ് ആണത്. സോ അതിലൂടെ ജീവിക്കുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഞാൻ എഗൈൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിലോട്ട് വരുന്ന നെപ്പോക്കിഡായിട്ട് തന്നെയാണ്. അത് മാറുമോ അല്ല, ആ ഒരു ടാഗ്ലൈൻ സൊസൈറ്റിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അത് ഇനി വരുന്ന തലമുറയ്ക്കാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടാഗ്ലൈൻ ഒരു ആക്ടറെ സംബന്ധിച്ച് അത് വരേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. മാധു സുരേഷിന് ഓരോ ആക്ടറും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക. എനിക്കെന്നല്ല, ഓരോ ആക്ടറിനും, അച്ഛനോ അപ്പൂപ്പനോ ഒന്നും വഴി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക. ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. വർക്ക് ചെയ്തേ പഠിക്കാൻ പറ്റും ഈ ഇൻഡസ്ട്രിയിൽ. ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇതൊരു ട്രെയിനിങ് ക്ലാസ്സും ആക്ടിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് തരത്തില്ല. ഐ ലവ് സം സ്പേസ് ആൻഡ് ടൈം ഫോർ ഗ്രോത്ത്. അത് കഴിഞ്ഞിട്ട് നെപ്പോ കിഡാണോ, ഫ്ലോപ്പ് ആക്ടറാണോ, ഫസ്റ്റ് മൂവി ഔട്ടാണോ, ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത വർക്കിലും എൻ്റെ ടീം ചെയ്ത വർക്കിലും എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. പ്രേക്ഷകർ അത് സ്വീകരിക്കുന്ന കാര്യം എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, അവരുടെ കയ്യിലുള്ള കാര്യമല്ല. അത് പ്രേക്ഷകരുടെ മാത്രം കയ്യിലുള്ള ഒരു കാര്യമാണ്. അതായിക്കോട്ടെ. ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തായാലും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, 10 വർഷത്തിനുള്ള ഒരു പ്ലാൻസ് എന്തൊക്കെയായിരുന്നു ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്രത്തോളം എൻ്റെ പ്ലാൻ അവിടെ ഉണ്ടെങ്കിലും ലോകം എൻ്റെ കൺട്രോളിലല്ല, ഈ ഇൻഡസ്ട്രി എൻ്റെ കൺട്രോളിലല്ല. അത് എൻ്റെ ആഗ്രഹം വെച്ച് നടന്നു കഴിഞ്ഞാൽ എൻ്റെ പ്ലാനിങ് അവിടെ എക്സിക്യൂട്ട് ആകും. അങ്ങനെ നടക്കണമെന്നൊരു നിർബന്ധവുമില്ല.
ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ സർക്കിംസ്റ്റാൻസസ്, അവരുടെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക, മേക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലാൻ, മൂവ് ഫോർവേഡ്. എപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാം കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന രീതിയിലാണ്, വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്. ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല. എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. അതേപോലെ മാധവ് സുരേഷിൻ്റെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ഒരു ചോദ്യം അവിടെ നിന്ന് വന്നായിരുന്നല്ലോ. ആക്ടിങ് എന്നല്ല അതിന് പുറമെ മലയാള സിനിമയിൽ വേറെ എന്തെങ്കിലും മേഖലയിലോട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്? ഞാൻ ഒന്ന് കയറി വന്നല്ലേ ഉള്ളൂ. ഞാൻ ഈ ആക്ടിങ്ങിലൊന്ന് ഫോക്കസ് ചെയ്തു. ആഗ്രഹങ്ങൾ കാണത്തില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പം പൃഥ്വിരാജായാലും പാടുന്നു, പല പല സംവിധാനം ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. ഒരു ദിവസം ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാൽ കൊള്ളാവുന്നുണ്ട്. അതിലോട്ട് വർക്ക് ചെയ്യുകയാണ്. മാധവ് സുരേഷ് എന്ന ഒരു മനുഷ്യൻ ആദ്യം ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിലായിരുന്നു. ആദ്യം ഫുട്ബോളർ ആവണമെന്നുള്ള, എപ്പോഴായിരുന്നു ഒരു ആക്ടർ എന്നുള്ള ആവണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ പ്ലാൻ എ നടക്കണമെന്നില്ല. ഫുട്ബോളിൻ്റെ പ്ലാൻ എ ആയിരുന്നു, നടന്നില്ല. എനിക്ക് അഡാപ്റ്റ് ചെയ്യണം. വാട്ട്സ് നെക്സ്റ്റ് തിങ് ഐ ക്യാൻ ഡു. സിനിമ എന്നിലോട്ട് വന്നതാണ് ബിക്കോസ് ഐ എം എ നെപ്പോ കിഡ്. മീഡിയ തന്നെ റെസ്പോൺസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതിനെ ഒരു മെയിൻ ടീമായിട്ടുള്ള ചാനൽ ഈ കുറേ ട്രോൾ ചെയ്ത് കണ്ടിട്ടുണ്ടായി വിചാരിക്കുക. ട്രോള് രീതിയിലാണ് അതിനെ പ്രസ്ഥാനം നടത്തിയത്. അതായത് ടോയ്ലറ്റിൽ നിന്നാണെങ്കിൽ അതിന് റെസ്പോൺസ് ചെയ്യുക, അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായി വിചാരിക്കുക. അതിനെന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരുടെയും മുന്നിൽ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ പ്രൈവസിക്ക് ഒരു വയലേഷനാണ്. അതൊരു സെൻസ്ലെസ് ട്രോളാണ്, ലൈക്ക് മോസ്റ്റ് ട്രോൾസ്. ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, ആ സ്ഥലത്ത് പറ്റി അതെ, ഒരു യൂണിയൻ മിനിസ്റ്റർ അത് പറയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവർ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി again പുറത്തൊരു ക്രൗഡ് നിൽക്കുകയാണെങ്കിൽ, ആ വെന്യൂവിൽ ഒരു ക്രൗഡ് നിൽക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ വരുന്നത്. സ്വാഭാവികമായും വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ നടക്കുന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടിൽഡ് ആവും. ആൻഡ് സെക്കൻഡ് തിങ്, അമ്മ എന്ന ഓർഗനൈസേഷനായിട്ട് എത്ര ആക്റ്റീവായിട്ടാണ്, എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്രയും കാലം നിന്നിട്ടുള്ളതെന്ന് മലയാളികൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ആ ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം ഉടൻ അഭിപ്രായം ചോദിച്ച് ചെല്ലുന്നതോ, അല്ലെങ്കിൽ again ഒരു പൊളിറ്റിക്കൽ ഇവൻറ്റിൻ്റെ ഇടയ്ക്കോട്ട് ഇതിനെപ്പറ്റി, അതും ഒരു ലീഗൽ ഔട്ട്കം, ഒരു കോടതിയിൽ നിന്നും ഇതിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ ആൾക്കാരും മീഡിയയും മാത്രം പറയുന്നത് വെച്ചിട്ട് ഒരു യൂണിയൻ മിനിസ്റ്ററും ഇത്രയും പ്രോമിനൻ്റ് ആയ ഒരു ആക്ടറും സ്വന്തം വർക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കണമെന്നാണോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്? He did the responsible thing. He was absolutely responsible in waiting for the legal outcome. അത് തെറ്റായിട്ട് കാണുന്നില്ല. പിന്നെ വഴി കയറി നിന്ന് കഴിഞ്ഞാൽ ഏതൊരു പൗരൻ്റെ അവകാശമാണ് നീങ്ങുക എന്നുള്ളത്. അത് മാറ്റി നീക്കി പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഒരു യൂണിയൻ മിനിസ്റ്ററിൻ്റെ അവകാശം പോലീസിനെ വിളിച്ചാൽ പോലീസ് വന്ന് ഫോഴ്സ്ഫുള്ളി മാറ്റും. അത് ചെയ്തിട്ടില്ല. എന്നും മീഡിയക്കാരോട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്ത് നിന്നിട്ടുള്ള ആളാണ് അച്ഛൻ. അത് ആരും മാനിക്കത്തില്ല. ടാർഗറ്റഡ് ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര രീതിയിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഓബ്വിയസ് ആൻസർ അല്ലേ ക്വസ്റ്റ്യന്? ഞാൻ പോയിക്കോട്ടെ.